إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഈ സമയം വരെയും TV തുറന്നാൽ കണ്ണിൽ തറച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാത് തുറന്നു പിടിച്ചാൽ പിന്നീട് ഒരിക്കലും കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത നിലവിളികളാണ് നമ്മൾ ഈ സന്ദർഭങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഞ്ചു പൊട്ടുന്ന, കരള് അലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ഇന്ന് വളരെ അസ്വസ്ഥമാണ്. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ആ വയനാടിന്റെ പരിസരത്തുള്ള ചൂരൽമലയിലെയും അതിന്റെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ ജീവനോടുകൂടി ഒരുപക്ഷെ മനുഷ്യർ ഇപ്പോഴും സഹായത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി കാത്തു നിൽക്കുന്നുണ്ടാകാം. നമ്മൾ ഈ പള്ളിയിലേക്ക് നടന്നു വരുന്ന സന്ദർഭത്തിൽ പോലും 4 പേരെ ജീവനോടെ കിട്ടിയെന്ന വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. അതിനർത്ഥം ഇനിയും കണ്ടെത്താൻ കഴിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാടിന്റെ ചൂരൽമല മുതൽ അറബിക്കടൽ വരെ മൃതദേഹങ്ങളും മനുഷ്യന്റെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 300-ലധികം വീടുകൾ ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 3 പേരെ വെച്ച് നമ്മൾ കൂട്ടിയാൽ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അഥവാ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മരണനിരക്കുകളെക്കാൾ എത്രയോ മടങ്ങാണ് യഥാർത്ഥ മരണസംഖ്യ എന്ന് അത് കൂട്ടിക്കഴിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ
നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഒരു കാര്യം പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയ വിശ്വാസികൾക്ക് ഷഹീദിന്റെ പദവി ലഭിക്കുമെന്നാണ് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അവർക്ക് ആ ഷഹീദിന്റെ പദവി നൽകി ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുരന്തത്തിൽ സാരമായി പരിക്ക് പറ്റി ആശുപത്രിയിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എത്രയും വേഗം സമ്പൂർണമായ ശിഫ നൽകി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ കുടുംബത്തിലും അവശേഷിച്ചവർക്ക് അവരുടെ ഉറ്റവരുടെ വേർപാടിൽ ക്ഷമിക്കാനുള്ള മനക്കരുത്തും ഈമാനും തവക്കുലുമൊക്കെ അള്ളാഹു ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന നമ്മൾ ഇപ്പോൾ മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം ആ മനുഷ്യരെ മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായി നമുക്കിവിടെ ചെയ്യാനുള്ളത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായിക്കുക എന്നത് തന്നെയാണ്. ഇന്ന് കേരളത്തിൽ എല്ലാ മുസ്ലിം പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലക്ഷനുകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ പള്ളിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലക്ഷൻ ഇന്നുണ്ട്. നമ്മളെ കൊണ്ട് എന്താണോ സാധ്യമാവുക ആ സാധ്യമാകുന്ന ഒരു വിഹിതം അതിലേക്ക് നൽകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം മനുഷ്യന്മാർ കുടുങ്ങുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അത് കണ്ടറിയുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിലും വർഷിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുകയും യർഹമുകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് മുകളിലും കാരുണ്യം കാണിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ, ഒരു മുഅ്മിനിന്റെ വിഷമം ആരെങ്കിലും അതിൽ ആശ്വാസം പകർന്നു കഴിഞ്ഞാൽ മിൻ ഖുറബി ദുനിയ, ദുനിയാവിലുള്ള അവന്റെ പ്രശ്നത്തെ, എന്നാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ വിഷമത്തെ അള്ളാഹു നീക്കിത്തരും ആ ഒറ്റ കാരണത്താൽ എന്നാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നത്. വമൻ യസ്സറ അലാ മുഹ്സിൻ, പ്രയാസപ്പെടുന്നവന് അത് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹാ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്കും എളുപ്പമുണ്ടാക്കി തരും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഇതിലും വലിയൊരു വിഷമം നമുക്കിനി പറയാനില്ലല്ലോ. അപ്പൊ ആ വിഷമത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം, സാധ്യമാകുന്ന വിധം സഹായിക്കണമെന്നാണ് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന്, ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. ആ പാഠം ഉൾക്കൊള്ളുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. വലിയ സംഗതികൾ വന്നാൽ ചെറിയത് പലപ്പോഴും നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മുടെ വിരലിന്റെ തലപ്പിൽ ഒരു മുറിവുണ്ടായാൽ അത് വല്ലാത്ത വേദനയും അസ്വസ്ഥതയും അതിനുവേണ്ടി ഉറക്കമൊഴിക്കുകയും നമ്മൾ ചെയ്യും. എന്നാൽ ഈ കൈ തന്നെ പൊട്ടിപ്പോയാൽ നമുക്ക് ആ വിരലിന്റെ ആ മുറിവ് ഒരു പക്ഷേ ചെറുതായി മാറും. ഈ കൈ പൊട്ടി അതുമായി നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ മറ്റൊരു മാരകമായ അസുഖമുണ്ടെന്ന് കേട്ടാൽ ഈ കൈ നമുക്ക് ഒരു പ്രശ്നമല്ലാതായി മാറും. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ തൊട്ടു താഴെയുള്ളതൊക്കെ ചെറുതായി പോകുമെന്നത് ഈ ദുരന്ത വിഷയത്തിലും നമുക്കത് പ്രത്യേകം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായി. അവിടെ ഏതാനും ആളുകൾ മണ്ണിനടിയിലായി. അതിലൊരു മലയാളി, ഒരു ലോറി ഡ്രൈവർ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായിരുന്നു. ഏകദേശം 10-13 ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അതായിരുന്നു പ്രധാന വാർത്തയായി നൽകിയിരുന്നത്. നമുക്കും അതായിരുന്നു നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ഒരു കാര്യം. എന്നാൽ ഈ വയനാട് ദുരന്തം വന്നതോടുകൂടി അത് നമുക്ക് ചെറുതായി മാറി. അത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പലപ്പോഴും കടന്നു വരുന്നില്ല.
ഇത് നമുക്ക് ഈ വാർത്തകളിലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ വീടും സമ്പത്തും അതോടൊപ്പം തന്നെ തന്റെ കൂട്ടുകുടുംബങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യര് ആ വെള്ളം വരുന്ന സമയത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് അവസാനം ഓരോരുത്തർ സ്വന്തം കൈക്കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട അമ്മമാരുടെ ഉമ്മമാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഇതിൽ ഒരു വലിയ വിപത്ത് വരുമ്പോൾ ആ വിപത്തിൽ നമ്മൾ മറ്റെല്ലാം മറക്കും. അവസാനം നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങും, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവനിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു ഘട്ടമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ, ഈ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. സഹോദരങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടിനെ കെട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കൊരു അസുഖമുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടിക്കൊരു ജോലി കിട്ടിയിട്ടില്ല എന്നതാണ്, എനിക്ക് പഠിച്ചതിനനുസരിച്ച് മാർക്ക് കിട്ടിയില്ല എന്നതാണ്, എന്റെ വീട്ടിലേക്ക് വേണ്ടത്ര സൗകര്യമില്ല എന്നതാണ്, ഞാൻ ഉദ്ദേശിച്ചൊരു വാഹനം എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോ എന്തോ ഒരു പ്രശ്നമായിട്ടുള്ളത്. എന്നാൽ ഇതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തു നിന്ന് പോകേണ്ടതുണ്ട്. ആ പോകുന്ന സന്ദർഭത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എന്താണോ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, അതാണ് ഇന്ന് നമ്മൾ TV തുറന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില അടയാളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ഖിയാമത്ത് നാള് വരുന്ന സന്ദർഭത്തിൽ മറ്റെല്ലാം നമ്മൾ മറക്കും. നമ്മുടെ സ്വത്തും മുതലും മക്കളും എല്ലാം മറന്ന് സ്വന്തത്തിലേക്ക് മനുഷ്യൻ ചുരുങ്ങുന്ന ഒരവസ്ഥയുണ്ടാവും. എല്ലാത്തിനെയും മൂടുന്ന സംഭവം എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ മൂടുന്ന സംഭവം, അതിനെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? വുജൂഹു യൗമഇദിൻ ഖാശിയ. അന്ന് എല്ലാ മുഖങ്ങളും ഭയം കൊണ്ട് വിറളി പൂണ്ടവരായിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ. അന്നൊരു ഘോര ശബ്ദം മാത്രമാണ് ഉണ്ടാവുക. തഖുദുഹും വഹും യഖ്സിമൂൻ. നിങ്ങൾ എന്തോ കാര്യങ്ങളിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ഘോര ശബ്ദം വന്ന് നിങ്ങളെ വിഴുങ്ങിക്കളയുന്നത്. ഫലാ യസ്തതിഊന തൗസിയതൻ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വസിയത്തും പിന്നെ പറയാൻ കഴിയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടകങ്ങളിലേക്ക് തിരിച്ചു പോകുവാനും ആ സമയത്ത് കഴിയില്ല. ഞാൻ ഓതി വച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച കേട്ടോ. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. അന്ത്യസമയത്തിലെ പ്രകമ്പനം വമ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഒരു പൊട്ട് പൊട്ടി, രണ്ടാമത്തെ പൊട്ട് പൊട്ടി, മൂന്നാമത്തെ പൊട്ട് പൊട്ടി എന്നൊക്കെ അവിടെ രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അതിലും വലിയ ഒരു ഘോര ശബ്ദമായിരിക്കും ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. സംഭവിക്കും എന്തായിരിക്കും? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. അന്ന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ തന്റെ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ കുട്ടിയെപ്പോലും വലിച്ചെറിഞ്ഞ് അതിന്റെ കാര്യം പോലും അശ്രദ്ധമാകുന്ന സമയമാണത്. ഗർഭിണികളായ സ്ത്രീകളുണ്ട് എങ്കിൽ അവർ പ്രായം തികയാതെ, സമയം തികയാതെ ആ ഗർഭം പ്രസവിച്ചു പോകും ആ ഒരു ഭയം നിമിത്തം. മനുഷ്യന്മാരാകട്ടെ അവർ മത്ത് പിടിച്ചവരെ പോലെയാകും. പരിസരബോധം അവർക്ക് നഷ്ടപ്പെടും. വമാഹും ബിസുകാറ. യഥാർത്ഥത്തിൽ അവർക്ക് മത്ത് പിടിച്ചതല്ല. ആ സന്ദർഭം കൊണ്ട് അവർ അത്ഭുതപ്പെട്ട് അന്തം വിട്ടു പോവുകയാണ്. വലകിന്ന അദാബുല്ലാഹി ശദീദ്. നിശ്ചയമായും അല്ലാഹു അത്യധികം ശിക്ഷിക്കുന്നവൻ തന്നെയാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള ആയത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വലതഖൂമന്ന الساعة وقد نشر الرجلان ثوبهما بينهما فلا يتبايعانه ولا يطويانه. രണ്ടാളുകൾ, അത് വാങ്ങുന്നവനും വിൽക്കുന്നവനുമാണ്, കച്ചവടം നടത്തുന്ന ആൾക്കാരാണ്, തങ്ങളുടെ വസ്ത്രം വിരിച്ചിടുന്ന സന്ദർഭത്തിൽ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അതിൽ കച്ചവടം നടത്തുവാനോ അത് മടക്കി വെക്കുവാനോ പോലും അവർക്ക് സമയം കിട്ടുകയില്ല. വിരിപ്പിന്റെ കച്ചവടം നടത്തുന്ന സമയത്ത് ഇതത് നോക്കിക്കോ ഇറങ്ങാണ്ട് വിരിച്ചിട്ട് കൊടുത്ത് ആ സമയത്ത് അത് സംഭവിക്കുമ്പോൾ അത് മടക്കി വെക്കാൻ കഴിയില്ല. അപ്പോഴേക്കും അത് സംഭവിക്കുകയായി. അത്ര സമയം ആവശ്യമുള്ളൂ. വലതഖൂമന്ന الساعة وقد انصرف الرجل
ബില്ലബനി ലിഖഹതിഹി ഫലാ യത്അമുഹു. താൻ കറന്നെടുത്ത പാലുമായി ഒരാൾ മടങ്ങുന്ന വേളയിൽ അന്ത്യദിനം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അയാൾക്കത് രുചിച്ചു നോക്കുവാൻ പോലും കഴിയില്ല. അതായത് പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നെടുത്ത് അത് കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സംഭവിച്ചാൽ അതിൽ നിന്നൊരു തുള്ളി പോലും അവന് കുടിക്കാൻ കഴിയില്ല. ഒരാൾ തന്റെ ഹൗള് നന്നാക്കുന്നവനായിരിക്കെ അന്ത്യനാള് സംഭവിക്കും. എന്നാൽ അയാൾക്ക് അതിൽ നിന്ന് ഒന്നും കുടിക്കാൻ കഴിയുകയില്ല. ഒരു ഹൗള് ഇങ്ങനെ നന്നാക്കുകയാണെങ്കിൽ ആ സമയത്ത് സംഭവിക്കും. തന്റെ ഭക്ഷണം ഒരാൾ വായിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കെ, ഒരു ഉരുളങ്ങനെ വായിലേക്ക് കൊണ്ടുപോയിരിക്കെ അന്ത്യനാൾ സംഭവിക്കും. എന്നാൽ ആ ഉരുള അയാൾക്ക് കഴിക്കാൻ കഴിയുകയില്ല. ഇതും ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. സമാനമായ ഒട്ടനവധി ഉദാഹരണങ്ങളും ഉപമകളും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. എന്തിനതൊക്കെ അങ്ങനെ പറയുന്നത്? നമ്മുടെ നിസ്സാരത നമ്മളെ ബോധ്യപ്പെടുത്താൻ. അതെപ്പോഴാണ് വരിക എന്ന് മനുഷ്യന്മാരെ അറിയില്ല. നിങ്ങൾ അതുകൊണ്ട് ഇത്തക്കൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിന് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ എന്നാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആർക്കാണ് രക്ഷ? എന്താണ് രക്ഷ എന്ന് പറയുന്നത്? ആ രക്ഷയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫഅമ്മാമൻ സഖുലതു മവാസീനുഹു. അന്ന് ആരുടെ തുലാസ് കർമ്മങ്ങൾ കൊണ്ട് കനം തൂങ്ങിയോ, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവർക്ക് തൃപ്തികരമായ ജീവിതമുണ്ട്. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ കർമ്മങ്ങൾ കൊണ്ട് ആരുടെ തുലാസ് കനം കുറഞ്ഞുപോയോ, ഫഉമ്മുഹു ഹാവിയ, അവർക്ക് അവരുടെ സങ്കേതം ഹാവിയയാണ്. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ, അത് ചൂടേറിയ അഗ്നിയായിരിക്കുമെന്നാണ്. ആ അഗ്നി ഒരു കാലത്തും അവസാനിക്കൂല. ആ നരകത്തിൽ ഒരു മനുഷ്യൻ പോയാൽ അതിൽ ജീവിതവുമില്ല, മരണവുമില്ല. അവിടെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർ വന്ന് ചേരുകയില്ല. അവിടെ എല്ലാ സന്ദർഭത്തിലും എല്ലാ കാലത്തും അത് നാം അനുഭവിക്കേണ്ടി വരും എന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? നമ്മൾ ഇവിടെ എത്രയാണോ പടച്ചോൻ നമുക്ക് ആയുസ് തന്നത്, ആ തന്ന ആയുസ് ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പ്രളയം അവിടെ വയനാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു തോന്നലാണ്, എന്ത്, നമ്മളെ നാട്ടിലൊന്നും ഇത് സംഭവിക്കൂല. ഇനി നമ്മളെ നാട്ടിൽ സംഭവിച്ചാൽ തന്നെ എന്റെ വീട്ടിലേക്കൊന്നും വരൂല. ഇനി എന്റെ വീട്ടിലേക്ക് വന്നാൽ തന്നെ ഞാനൊന്നും ഒരു പക്ഷെ മരിക്കുണ്ടാവില്ല. ഇങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് പൊതുവെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് ഒരിക്കലും ശരിയല്ല. നേരെ തിരിച്ചാണ് അതിന് ശരി എന്ന് പറയും. ഏത് സമയത്തും നമ്മളും പോകാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയും മാറിയ സാഹചര്യവും വെച്ച് നോക്കിയാൽ കേരളത്തിലുള്ള ഒരു സ്ഥലവും സേഫല്ല. അതുകൊണ്ട് ആരും സേഫാണ് എന്ന് വിചാരിച്ച് ഈ കാര്യത്തിൽ നിൽക്കേണ്ടതില്ല. ഇതൊക്കെ പോകട്ടെ, പ്രകൃതി ദുരന്തവും പ്രളയം ഒന്നും ഉണ്ടായില്ലെങ്കിലും നമ്മുടെ മരണമാണ് നമ്മുടെ അന്ത്യദിനം എന്ന് പറയുന്നത്. നമുക്കൊരു അറ്റാക്ക് വരുന്നതോ നമുക്കൊരു അസുഖം വരുന്നതോ ആണ് അങ്ങനെ, അതാണ് നമ്മുടെ അന്ത്യം എന്ന് പറയുന്നത്. അതെപ്പോഴും വരാം. അത് വരുന്നതിന് മുമ്പ് മനുഷ്യൻ അള്ളാഹുവിലേക്ക്, അഥവാ നേരത്തെ പറഞ്ഞ പോലെ തന്റെ മീസാനിൽ അമലുകൾ കൊണ്ട് നിറക്കാൻ നമുക്ക് കഴിയണം. അതില് ആ അമലുകൾ മീസാനിൽ നിറക്കുക എന്ന് പറഞ്ഞാൽ മീസാനിൽ അമൽ ഉണ്ടായാൽ പോരാ. അവിടെ എന്താ പറഞ്ഞത്? അത് കനം തൂങ്ങണം എന്നാണ്. അതായത് അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതാകണം. കുറേയാണ് ചെയ്താൽ പോരാ. ഇപ്പൊ പല ആൾക്കാരുണ്ട്, ഒരുപാട് അമലുകൾ ചെയ്യും. കുറെ നിസ്കരിക്കും, കുറെ നോമ്പുകൾക്കും, കുറെ സക്കാത്ത് കൊടുക്കും, 2, 3 ഹജ്ജ് ചെയ്യും. പക്ഷെ അതേ മനുഷ്യനിൽ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ മുഹ്യിദ്ദീൻ ശേഖേക്ക് ആക്കണേന്ന് കൊടുക്കും, ബദരീങ്ങളെ രക്ഷിക്കണേന്ന് പറയും. അല്ലെങ്കിൽ ആ ഹജ്ജിന് പോണ സമയത്ത് ഏതെങ്കിലും ഒരു മക്ബറയിൽ പോയിട്ട് അവിടെ പോയി സുജൂദ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. എന്താ അങ്ങനെ ചെയ്താണ്ടാകുക? കർമ്മങ്ങൾ കുറെ ഉണ്ടാവും, പക്ഷെ ആ കർമ്മം മീസാനിൽ കനം തൂങ്ങൂല. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോയി, പൊളിഞ്ഞുപോയി എന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ശിർക്കിന്റെ ലാഞ്ചന ഒരു കാരണവശാലും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ ചില ആളുകൾ ബിദ്അത്തുകളായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യും. കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തുകള്, എല്ലാ ബിദ്അത്തും വലാലത്താണ്, വഴികേടാണ്, അത് അവസാനം നരകത്തിലാണ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കർമ്മങ്ങൾ ചെയ്താൽ പോരാ,
അതിൽ ശിർക്ക് കലരാൻ പാടില്ല, ബിദ്അത്ത് കലരാൻ പാടില്ല. കൃത്യമായ തൗഹീദും സുന്നത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ വാർത്തകൾ നമ്മൾ വായിക്കുന്നു, അതുപോലെ ടെലിവിഷനിൽ ഇത് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നു, അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ വരുന്നു. ഇതെല്ലാം കണ്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതിലപ്പുറം, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് കുറെ ഇതിനെ കുറിച്ച് കണ്ട് സങ്കടം പറയുക എന്നതിലപ്പുറം, ഇതൊക്കെ നമ്മെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് ഈ 3 ദിവസമായാലും 4 ദിവസമായാലും ഈ 4 ദിവസം നിങ്ങളൊന്ന് ഒന്ന് മുന്നിൽ വെച്ചാൽ ചിന്തിച്ചു നോക്കി. എന്താ ഈ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസത്തിൽ വല്ല താരാറുണ്ടോ? പടച്ചോനെ, ഞാൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എന്റെ വിശ്വാസത്തിൽ വല്ല താരാറുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത്. അതുപോലെ നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ്? ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും പടച്ചോനെ, ഞാനിത് അപ്പണ് മരിച്ചു പോവുകയാണെങ്കിൽ ഇതാ ഞാൻ ഓറ് സ്കരിച്ചില്ല, അല്ലെങ്കിൽ അസർ സ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മഗ്‌രിബ് സ്കരിച്ചിട്ടില്ല എന്നൊരു ഓർമ്മ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇനി 5 നേരം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തന്നെ ഒന്ന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം എന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇപ്പൊ ജമാഅത്ത് നമുക്ക് എത്താൻ കഴിയും. ഇപ്പൊ പലപ്പോഴും അറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കുറച്ച് ദിവസമായിട്ട് അവധിയാണ്, ഇന്നും അവധിയാണ്. അതിനർത്ഥം എന്താ? നമ്മൾ വീട്ടിലുണ്ട്, നമ്മുടെ കുട്ടികൾ വീട്ടിലുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾ എന്തുകൊണ്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ല? ഇവിടെയാണ് ഞാൻ പറയുന്നത്, എത്രമേൽ ദുരന്തങ്ങളും താക്കീതുകളും ഉത്ബോധനങ്ങളും സംഭവിച്ചാലും ഇതിൽ നിന്ന് ഞാൻ എന്ത് ഉൾക്കൊള്ളണം, എന്ത് മാറ്റം വരുത്തണം, ഞാൻ എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയോ ചിന്തയോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നതാണ് ദുര്യോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഖുർആൻ കയ്യിലെടുത്ത് ഓതിയിട്ട് എത്ര ദിവസമായി? വെറുതെ ആലോചിച്ചാൽ മതി. ഞാനതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. പടച്ചോന്റെ സന്ദേശമാണ് ഇതൊക്കെ. ആ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ ഒഴിവ് സമയം, ആ ഒഴിവ് സമയത്തിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ അള്ളാന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു? ദുർബാട് ദുർന്യായങ്ങൾ ശൈത്താൻ നമുക്കതിന്റെ മുമ്പിൽ തടയണയായി സൃഷ്ടിക്കുമെങ്കിലും അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യാൻ ഇനി പ്രവാചകന്മാര് വരാനില്ല. പക്ഷെ ആ രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ സാമ്പത്തിക രംഗം എത്രത്തോളം വിശുദ്ധമാണ്, അതിൽ പലിശയുടെ പണം നമ്മൾ ഭക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? ലൈംഗിക സദാചാര ജീവിത മേഖലകളിൽ അനാവശ്യങ്ങളിലേക്ക് കണ്ണോ കാതോ നമ്മുടെ ഗുഹ്യാവയവങ്ങളോ നമ്മുടെ ബന്ധങ്ങളോ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ലഹരി ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ? പള്ളിയിൽ വരിക, അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കാൻ വേറെയും പോവുക, ഇത് രണ്ടും പാടെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഈ പ്രളയവും ദുരിതവും അള്ളാന്റെ താക്കീതും ഒക്കെ മേൽക്കുമേൽ വരുമ്പോഴും പടച്ചോനെ, ഞാൻ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നൊന്ന് വിചാരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. ഞാൻ പറയുന്നത്, ഇത്തരം വാർത്തകളും വിശകലനങ്ങളും അങ്ങാടികൾ സംസാരിച്ച് തീർക്കാനുള്ളത് മാത്രമല്ല, അത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ സന്ദർഭത്തിൽ ഞാനാണ് നിൽക്കുന്നതെങ്കിൽ, എന്റെ മകനാണ് നിൽക്കുന്നതെങ്കിൽ, ഇതാ എളാപ്പ പോയി, മൂത്താപ്പ പോയി, എന്റെ കുടുംബം മുഴുവൻ പോയി, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, അതിനായിരിക്കണം ഇത്തരം മുൻബോധനങ്ങളിൽ നിന്ന്, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് വിശ്വാസികൾ പാഠം പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതിലും വലുത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുക എന്നതും പ്രബോധകന്മാരായ വിശ്വാസികളായ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്, ഞങ്ങൾ എന്തിനാണ് ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ആ സാധുക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്,
എന്ന് ചോദിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആളുകൾക്ക് പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കുരുത്തക്കേട് കാണിച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾക്കാണ് പരീക്ഷണം വരിക എന്നൊരു തോന്നലുണ്ട്. അത് നമ്മൾ തിരുത്തണം. അങ്ങനെയല്ല. പരീക്ഷണം എന്ന് പറയുന്നത് ആർക്കും വരാം. പക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷണം വരുന്നത് ചീത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കല്ല, പ്രവാചകന്മാർക്കാണ്. ഏറ്റവും വലിയ പരീക്ഷണം വന്നത് പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടാ, കുറ്റം ചെയ്തിട്ടാ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറയുന്നത് എന്താ? ശരീരം മുഴുവൻ പുഴുത്തു പൊട്ടി നോക്കാൻ ആളില്ലാതെ കുടുംബം വരെ ഒഴിവാക്കി. ഈ അഴുകിയ മൃതദേഹത്തിന്റെ അടുത്തേക്ക് മനുഷ്യന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ആൾക്കാർ വരാത്ത അവസ്ഥ. ആരാത്? ഒരു പ്രവാചകനാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുത്ത് പരിശോധിച്ച് നോക്കി. അപ്പൊ ആ ഒരു ധാരണ നമ്മൾ ആദ്യം മാറ്റണം. ഒരു പരീക്ഷണം വരുന്നത് എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്നതല്ല. അത് പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നത് നല്ല ഈമാനുള്ളവരെ തന്നെയാണ് കൂടുതൽ പരീക്ഷിക്കാൻ. കാരണം എന്താ? ആ പരീക്ഷണത്തിൽ ജയിച്ചിട്ട് വേണം അവർക്ക് ഏറ്റവും വലിയ ഉന്നതമായ സ്വർഗം അല്ലാഹു കൊടുക്കാൻ എന്നതുകൊണ്ട് തന്നെയാണത്. അതുപോലെ തന്നെ ഇന്ന് ചാനലുകളിലെ റിപ്പോർട്ടർമാരൊക്കെ എല്ലാ ഇന്റർവ്യൂകളും എടുത്ത ശേഷം അവസാനം അവർ പറയുന്നൊരു കാര്യം, ഈ ആളുകളെ നമ്മൾ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാണ്. ഈ അവശേഷിച്ച മനുഷ്യന്മാരെ എന്തു പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും? വാക്കുകൾ കിട്ടുന്നില്ല, അവരോടൊന്നും പറയാൻ കഴിയണില്ല എന്നുള്ളതാണ്. ഇവിടെ വിശ്വാസികൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം, വിശ്വാസികൾക്ക് ആശ്വസിക്കാൻ കഴിയണം. അതിനുള്ള ആശയം അവരെ കയ്യിലുണ്ടാവണം. എന്താ? ഒരു ജീവിതമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ഇതാണ് ജീവിതം, ഇത് മാത്രമേ ജീവിതമുള്ളൂ, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം യഥാർത്ഥ ജീവിതമല്ല, പരലോക ജീവിതമാണ് ശാശ്വതമായി ജീവിക്കാനുള്ളത്. ഈ ദുനിയാവെന്ന് പറയുന്നത് ഇല്ലാ ലഹുവും വലഇബുൻ, ഇതൊരു കളിയും തമാശയും വിനോദമൊക്കെയാണ്. പരലോകമാകുന്ന ഭവനമാകട്ടെ ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനു യഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പൊ യഥാർത്ഥ ജീവിതം പരലോകമാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് എല്ലാ കൊട്ടാരങ്ങളും എല്ലാ സൗകര്യമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അയാൾ മരിക്കൂലേ? അയാൾ മരിക്കും. അയാൾ ആ രണ്ടാമത്തെ ജീവിതത്തിലേക്ക് വരും. എന്നിട്ട് അവിടെ അയാൾക്ക് പ്രയാസമാണെങ്കിലോ? അപ്പൊ ഇവിടെ ദുരിതമെന്ന് പറയുന്നത് ഇവിടുത്തെ ദുരിതമല്ല, സുഖമെന്ന് പറയുന്നത് ഇവിടുത്തെ സുഖമല്ല. സുഖം നാളെ പരലോകത്തെ സുഖമാണ് സുഖം, പരലോകത്തെ പ്രയാസമാണ് പ്രയാസം. അപ്പൊ അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. വകുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുക. ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്ത് പ്രവേശിക്കുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാണ് വിജയി. പക്ഷെ നമ്മളെ വിജയം നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ കൂടുതൽ വരുമാനം കിട്ടുക, ഇവിടെ നല്ല ബിസിനസ് ഉണ്ടാവുക, ഇവിടെ നല്ല വാഹനം ഉണ്ടാവുക, ഇവിടെ നല്ല വീടുണ്ടാകുക, ഇവിടെ നല്ല ജീവിത സൗകര്യം ഉണ്ടാകുക, അവനാണ് വിജയി എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചത്. അത് നമ്മളെ വിചാരമാണ്. വിജയം എന്ന് പറയുന്നത് നാളെ പരലോകത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മരണപ്പെട്ടു എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ അലല്ലാ, മകൻ മരിച്ച ഒരു സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് വാപ്പ പറഞ്ഞു. അൽഹംദുലില്ലാ. ഉടനെ മലക്കുകൾ പറയണം, മലക്കുകളോട് അള്ളാഹ് കൽപ്പിക്കണത് ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ അയാൾക്ക് സ്തുതിയുടെ ഒരു കൊട്ടാരം, ഒരു വീടുണ്ടാക്കി കൊടുക്കണം. അതത്ര, അതായത് മരണത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് അത്രക്ക് പെട്ടെന്ന് കഴിയും. അതെന്തുകൊണ്ടാ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് ചെറിയൊരു ഇടത്താവളം മാത്രമാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നതാണ്. മാത്രവുമല്ല, ദുരന്തങ്ങളിൽ മരണപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്താ? അവർ വിശ്വാസികളാണെങ്കിൽ ഷഹീദിന്റെ കൂലിയാണ്. ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാത്രവുമല്ല, പിന്നെ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയണില്ല എന്നുള്ളതാണ്. ഇതൊന്നും വിശ്വാസികൾ പറയാൻ പാടുള്ള കാര്യമല്ല. കാരണം എന്താ അറിയോ? നമുക്കാണ് ഇത് യാദൃശ്ചികം, നമുക്കിത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. അള്ളാനെ സംബന്ധിച്ചിടത്തോളം യാദൃശ്ചികമല്ല, മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അള്ളവിടെ ഓരോ മനുഷ്യ ജീവിതത്തിൽ മരിക്കുന്നത് വരെ എന്തൊക്കെ സംഭവിക്കണമെന്നും ഈ ലോകം അവസാനിക്കുന്നത് വരെ ഏതൊക്കെ മിനിറ്റിൽ എന്ത് സംഭവിക്കണം അള്ളവിടെ നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും തന്നെ സംഭവിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ,
ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെ ഇവിടെ ഒരു മനുഷ്യനിലും അതുപോലെ തന്നെ ഈ ഭൂമിയിലും ഒരു കാര്യവും നടക്കുന്നില്ല. ഇന്നദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് ഈ കാര്യം വളരെ എളുപ്പമാണ് എന്നാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത് വലാ മുഅതി ലിമാ മനഅത്. അല്ലാഹ് തന്നത് തടയാൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ തന്നെ അല്ലാഹ് തരാത്തത് വാങ്ങിത്തരാനും മറ്റൊരാൾക്കും സാധ്യമല്ല. അപ്പൊ അല്ലാഹ് കൃത്യമായിട്ട് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോ ഞാൻ എവിടെ വെച്ച് മരിക്കണം, എങ്ങനെ മരിക്കണം എന്ന് അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ഈമാൻ കാര്യത്തിൽ ഏറ്റവും പ്രധാനം. ഈ ഈമാൻ കാര്യം ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് ആളുകൾ പ്രയാസം വരുമ്പോൾ ആകെ നിലവിളിയിട്ട് പിന്നെ പ്രയാസം വരുമ്പോൾ നിലവിളിയിടാൻ പാടില്ല എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്താ? നമ്മൾ വിശ്വാസം കൊണ്ട് തരണം ചെയ്യേണ്ടവരാണ്. ആ ഒരു ബോധം, അതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം. ഇവിടെ സംഭവിക്കുന്നതെല്ലാം പടച്ച തമ്പുരാൻ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ സമയം അള്ളാഹ് അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചില ആളുകൾ ചെറിയ നേരിയ അവസ്ഥക്ക് രക്ഷപ്പെട്ടു പോന്നു, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അത് അള്ളാഹ് അങ്ങനെയാണ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് സ്വാഭാവിക മരണമായിരിക്കാം, അത് അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെയാണ്. ഇതിനാണ് ഖളാ ഖദർ എന്ന് പറയാം. ഇതിലൊക്കെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഏത് പ്രതിസന്ധിയെയും ഒരു വിശ്വാസിക്ക് മാനസികമായി തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ശേഷിച്ച ആളുകളുടെ ചോദ്യം. അവിടെയും നമുക്ക് വിശ്വാസികളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇത് വീടും പെരയും കുടിയും എല്ലായിട്ടും അല്ലല്ലോ വന്നിക്കണത്. ഒന്നുമില്ലാതെയാണ് നമ്മളൊക്കെ വന്നത്. ഇതുവരെ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കണമെങ്കിൽ അതൊക്കെ അള്ളാഹ് തന്നതാണ്. ആ അള്ളാഹ് ഹയ്യുൽ ഖയ്യൂമാണ്. ആ അള്ളപ്പോഴുണ്ട് നമ്മളെ കുടുംബങ്ങളെ മരിച്ചിട്ടുള്ളൂ, പടച്ചോം അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അള്ളാഹ് വിചാരിച്ചാൽ ഒരു കോടീശ്വരനായ മനുഷ്യനെ പെട്ടെന്ന് പിച്ചച്ചട്ടി കയ്യിലെടുക്കുന്ന ആളാക്കി മാറ്റാൻ പറ്റും. എത്ര ഭൂകമ്പങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ കോടീശ്വരന്മാരൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടയിൽ കയറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതേപോലെ ഇന്ന് കടയിൽ കയറിയുന്ന ഒരു മനുഷ്യനെ വലിയ കോടീശ്വരനാക്കാൻ അള്ളാഹ് വിചാരിച്ച വലിയ പണിയൊന്നുമില്ല. ആ അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അവൻ തന്നെയാണ് ധന്യമാക്കുന്നതും സംതൃപ്തി നൽകുന്നതും ഒക്കെ പടച്ചോനാണ്. നമുക്കൊരു തോന്നലാണ് എന്റെ ജോലി കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതൊന്നുമല്ല. നമുക്ക് ജോലി എടുക്കാനുള്ള ആരോഗ്യം തന്നതാരാ, ബുദ്ധി തന്നതാരാ, അതിനുള്ള സന്ദർഭം തന്ന അപ്പൊ പടച്ചോനാണ്. ആ പടച്ചോണ്ട് ആ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പോവുക. പിന്നെ ഇതൊക്കെ നമുക്കൊരു പരീക്ഷണം. ഈ അടങ്ങാറായി കിടക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ സഹായിക്കുന്നുണ്ടോ എന്നാണ് നമ്മളെ പരീക്ഷണം. അപ്പൊ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ കഴിഞ്ഞ 2 പ്രളയം അതിജീവിച്ചവരാണ്. ആ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മുടെ കേരളം ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്കെല്ലാം വീട് നിർമ്മിച്ചു കൊടുത്തു. ഇതുപോലെ വയനാട്ടിലുള്ള മനുഷ്യന്മാർക്കും നമുക്ക് വീടും അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നമുക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കണം. അപ്പൊ അവരൊരിക്കലും വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അവരോടൊപ്പം പടച്ചോണ്ട് അതിന്റെ പിന്നാലെ അള്ളാഹു തന്നെ ഇവിടെ ഓരോ കാരണമായി നിമിത്തമായി വെച്ച പടപ്പുകളുടെ ഇടപെടലുകളും ഉണ്ടാകും. അത് രണ്ടും കൂടിച്ചേരുമ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്താനും പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും കൂടുതൽ നാളെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുവാനുമുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെയൊക്കെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ സമയത്തും അള്ളാനെ കുറ്റം പറയാനും പടച്ചോനെ ചീത്ത പറയാനും വേണ്ടി ഫേസ്ബുക്കും തുറന്ന് കാത്തിരിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവർക്ക് ഷഹീദിന്റെ പദവി നൽകി ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم